റമദാൻ പിറ പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അങ്ങനെ ലോകമെങ്ങുമുള്ള മുസ്ലിം സമൂഹം മറ്റൊരു നോമ്പുകാലത്തേക്ക് കടക്കുകയാണ്. നാളെ റമദാൻ ഒന്നാവാൻ സാധ്യതയുണ്ട്. ഇന്ന് മാസപ്പിറവി കണ്ടാൽ അറബി മാസം അനുസരിച്ച് ഇന്ന് ഷാബാൻ 29 നാളെ ഇന്ന് രാത്രി മാസപ്പിറവി കാണുകയാണെങ്കിൽ നാളെ റമദാൻ 1 അല്ലെങ്കിൽ ഷാബാൻ 30 പൂർത്തിയാക്കി മറ്റന്നാളായിരിക്കും റമദാൻ 1 എന്തായാലും വിവിധയിടങ്ങളിൽ മാസപ്പിറവി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ പതിവ് പോലെ എല്ലാ റമദാൻ മുമ്പായിട്ടും വിവിധ കാദിമാർ വിവിധ സംഘടനകളൊക്കെ ഈ മാസപ്പിറവി കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സജ്ജീകരണങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട്. അതിക്കുറിയുമുണ്ട്. വിവിധയിടങ്ങളിൽ മാസപ്പിറവി കാണാനുള്ള ഒരുക്കങ്ങൾ ഇതിനകം തയ്യാറായി നിൽപ്പാണ്. അവിടേക്കൊക്കെ നമുക്ക് പോകണം. യെസ്, ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹൈൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുഹൈൽ, ഇനിയിപ്പോൾ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ സൂര്യാസ്തമയത്തിന്. സൂര്യാസ്തമയം നടന്ന എത്ര സമയം ഈ ചാന്ദ്ര ദർശനത്തിന് സാധ്യതയുണ്ട്? നാളെ റമദാൻ 1 ഇപ്പോൾ സൂചനകൾ അനുസരിച്ച് എത്ര കണ്ട് സാധ്യതയുണ്ട് സുഹൈൽ? സൈഫുദ്ദീൻ, കേരളത്തിലെയും ലോകത്താകെയുള്ള വിശ്വാസികൾ കാത്തിരിക്കുകയാണ് ഈ റമദാൻ്റെ ഒരു പിറ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ. അതിലേറ്റവും പ്രധാനം സൂര്യാസ്തമയവും ചന്ദ്രാസ്തമയവും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. അത് വിവിധ ഇടങ്ങളിൽ അത് വ്യത്യാസപ്പെടും എന്ന് നമുക്കറിയാം. അപ്പോൾ നിലവിലുള്ള മാസത്തിൽ 29 തീയതിയാണ് യഥാർത്ഥത്തിൽ ആ മാസപ്പിറവി കാണുന്നത്. അത് വിവിധ ഇടങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം നാളെ റമദാൻ പിറക്കാനുള്ളൊരു സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് കോഴിക്കോട് നോക്കുകയാണെങ്കിൽ സൂര്യാസ്തമയം 6:34 ചന്ദ്രാസ്തമയം 6:33. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രൻ അസ്തമിക്കുന്നുണ്ട് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ സാധ്യത കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം സൂര്യാസ്തമയം ചന്ദ്രാസ്തമയം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഒരു സംശയമുണ്ടാകും, ചന്ദ്രൻ ഉദിക്കുകയല്ലേ ചെയ്യുക എന്ന്. സാധാരണ നമ്മൾ ചന്ദ്രൻ്റെ പിറവി എന്നും അതേപോലെ തന്നെ അമ്പിളിപ്പിറ എന്നൊക്കെ പറയാറുണ്ട് എങ്കിലും അത് ആ സമയത്ത് പിറക്കുകയല്ല ചെയ്യുന്നത്. രാവിലെ ഉള്ള ചന്ദ്രൻ ഈ സമയത്ത് അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. സൂര്യനുള്ള സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അത് പകൽ സമയത്ത് നമുക്ക് ദൃശ്യമാകാത്തത്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വീണ്ടും ചന്ദ്രൻ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ചന്ദ്രനെ ദൃശ്യമാവുക. അപ്പോൾ കോഴിക്കോട് അവസ്ഥ ഇതാണ്. സൂര്യാസ്തമയം 6:34 ഇന്ന് നടക്കേണ്ടത്. ചന്ദ്രാസ്തമയം 6:33. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രൻ അസ്തമിക്കുന്നു. കൊച്ചിയിലേക്ക് വരികയാണെങ്കിലും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ്. കോഴിക്കോട് അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ കൊച്ചിയിൽ അസ്തമിക്കും. സൂര്യാസ്തമയം 6:33. ചന്ദ്രാസ്തമയം നടക്കുന്നത് 6:32. 1 മിനിറ്റ് മുമ്പ് കൊച്ചിയിലും ചന്ദ്രൻ അസ്തമിക്കുന്നു. അതുകൊണ്ട് ചന്ദ്രനെ കൊച്ചിയിലും കാണാനുള്ള സാധ്യത ഇന്ന് ഇല്ല എന്നുള്ളത് തന്നെയാണ്, കുറവാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ അവിടെ സമാനമായ 1 മിനിറ്റിൻ്റെ വ്യത്യാസം തന്നെ നമ്മൾ കാണുന്നു. സൂര്യാസ്തമയം 6:32, ചന്ദ്രാസ്തമയം 6:31 എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ഇടങ്ങളിലും എല്ലാ മേഖലകളിൽ നോക്കുകയാണെങ്കിലും ഇന്ന് ചന്ദ്രൻ അസ്തമിക്കുന്നതിൻ്റെ 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പോ എല്ലാ ഇടങ്ങളിലും ചന്ദ്രൻ അസ്തമിക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ 3 ഇടങ്ങളിലും കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ മാസം ഷാബാൻ മാസം 29 ഈ ചന്ദ്രൻ ഉദിക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമായി വിശ്വാസികൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഖാദിമാരുടെ നേതൃത്വത്തിലെല്ലാം വിവിധ ഇടങ്ങളിൽ ഈ മാസപ്പിറവി നിരീക്ഷിക്കുക എന്നുള്ള ഒരു കർമ്മം ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു പക്ഷേ ഇത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമുക്കറിയാം കുറച്ച് സമയം കൂടി കഴിയേണ്ടി വരും. എല്ലാവരും ഈ ഒരു കണക്കിനെ അടിസ്ഥാനമാക്കി മാത്രം ഇത് നേരത്തെ പ്രഖ്യാപിക്കുക എന്ന രീതി കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ വിവിധ ഖാദിമാർ ഇത്തരം ഈ ഒരു സമയം കഴിയുകയും ചന്ദ്രനെ കാണാനുള്ളൊരു സമയം കഴിയുകയും ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഒരു കൂടിയാലോചനയുടെ ഭാഗമായി എല്ലാ ഖാദിമാരും പരസ്പരം ആശയവിനിമയം നടത്തിയായിരിക്കും ഈ ഒരു പ്രഖ്യാപനം നടത്തുക. എല്ലാ ഇടങ്ങളിലും ആ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.